വൈകിട്ട് ഏതാണ്ട് 3:30 കൂടി പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ സ്ത്രീയെ തിരിച്ച് പറഞ്ഞു വിട്ടു, വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇതിനുശേഷം അയാളെ ഗ്രൗണ്ടിൽ കൊണ്ടുപോവുകയും മൈതാനത്ത് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ 3 അംഗ സംഘം ഇയാളെ മർദ്ദിക്കുകയും ചെയ്തു. അയാളൊരു വിക്ടിം ആയതുകൊണ്ട് അയാളുടെ പേര് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇയാളെ മർദ്ദിച്ച് അവശനാക്കിയ ഇയാളെ അവിടുത്തെ SDPI ഓഫീസിലേക്ക് കൊണ്ടുപോയി. അത് കൊണ്ടുപോകുന്നത് 8:30, രാത്രി 8:30. 3:30 പിടിച്ചുകൊണ്ട് പോകുന്നു. രാത്രി 8:30 മൈതാനത്ത് നിന്ന് SDPIയുടെ ഓഫീസിലെത്തിക്കുന്നു. ഇയാളുടെ ഫോണും ടാബും എല്ലാം ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം അവിടെ ഇയാളൊരു മയ്യിൽ സ്വദേശിയാണ്, മയ്യിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഇയാളെ അവിടെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ അതിനുശേഷം ഈ SDPI ഓഫീസിലെത്തിച്ച് ഇയാളെ വീണ്ടും വിചാരണ നടത്തി ഇയാളുടെ ടാബും ഫോണും അവരവിടെ പിടിച്ചു വെച്ചു. ഇതുകൂടാതെ ഇയാളുടെ ബന്ധുക്കളെ അവിടേക്ക് വിളിച്ചു വരുത്തി, റിലേറ്റീവ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. ഈ റസീനയുടെ ബന്ധുക്കളെയും അവിടേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം ബന്ധുക്കളെ പറഞ്ഞു വിട്ടു. അതായത് വിചാരണയ്ക്ക് ശേഷം ബന്ധുക്കളോടെ മൊഴിയെടുക്കുക എന്ന് പറയില്ലേ, പോലീസ് സ്റ്റേഷനിലൊക്കെ സാക്ഷിമൊഴി എടുക്കുക എന്നുള്ള രീതിയിൽ ഇവരുടെ മൊഴിയെടുത്തു. അവരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതിന് ശേഷമാണ് ഈ യുവാവിനെ, ഈ ആൺസുഹൃത്തിനെ പറഞ്ഞു വിട്ടപ്പോൾ ഇയാളുടെ ടാബും മൊബൈൽ ഫോണും ഒന്നും തിരികെ കൊടുത്തതുമില്ല.